മാഷാഅല്ലാ! എന്ത് നല്ല സൂപ്പർ വീടാന്ന് നോക്കിയേ. ആ ഒരു ഫ്രണ്ട് ഡോറും ആ ഡോറിൻ്റെ 2 സൈഡിലുള്ള വിൻഡോസൊക്കെ കാണുമ്പം തന്നെ ആ ഒരു വീടിൻ്റെ പ്രത്യേകത മനസ്സിലായി കാണും. സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തോട്ട് കയറുമ്പം തന്നെ ഒരു ലിവിങ് സ്പേസ്, ഒരു എൽ ഷേപ്പിലുള്ള അവിടെ ഒരു സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമൈസ് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ വീടിൻ്റെ ആ ഒരു കളർ മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റിയാണ്. അതുപോലെ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നതിലും എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അതുപോലെ ആ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് കിടക്കുമ്പോൾ ഒരു ഡൈനിങ് ഏരിയയും അതുപോലെ സ്റ്റെയറൊക്കെ വരുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടി വി യൂണിറ്റിൻ്റെ 2 സൈഡിലായിട്ട് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് മുകളിലത്തെ ഫ്ലോറിലുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന് കണ്ടപ്പോൾ എന്തൊക്കെയോ പ്രത്യേകത തോന്നി. ഒരുപാട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. കണ്ടിട്ട് മോളുടെ റൂമാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫ്രണ്ട് സാജിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മോളുടെ റൂമാണെന്ന് തോന്നുന്നു. കാരണം സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ അതെന്തായാലും ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഒരുപാട് കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ, റൂമിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഡ്രസ്സിങ് ഏരിയയും അവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ടോയ്ലറ്റിൻ്റെ സൈഡിലായിട്ടുള്ള ഭാഗത്ത് വാർഡ്രോബ് 4 ഡോറിലുള്ള നല്ലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേകത തോന്നി. കാരണം നമ്മൾ ആ ഒരു സൈഡിലായിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ഡ്രസ്സിങ് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ആ ഒരു വാർഡ്രോബ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു ടോയ്ലറ്റ്, അതും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അതിനകത്ത് തന്നെ ഒരു വാഷ് ബേസിൻ കൗണ്ടറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത റൂമിലെ ഒരു ഡ്രസ്സിങ് ഏരിയയാണ്. ആ ഒരു ഡ്രസ്സിങ് ഏരിയ കണ്ടപ്പോഴും അതിനും ഒരു പ്രത്യേകത തോന്നി. നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൗണ്ട് മിററൊക്കെ കൊടുത്ത് ചെയ്തപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ മൊത്തത്തിൽ കണ്ടിട്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് കേട്ടോ. ഞങ്ങൾ 10-12 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ IHRD ബാച്ച് PGDC പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സാജ് മുഹമ്മദിൻ്റെ വീടാണ്. അവന് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ വന്നിട്ട് വീട് ഹൗസ് വാമിംഗ് ഒക്കെ വെനസ്ഡേ കഴിഞ്ഞു. ഞങ്ങൾ മീറ്റപ്പ് ചെയ്തത് ഇന്നലെയാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് അടിച്ചു പൊളിച്ചു ഇന്നലത്തെ ഒരു ദിവസം. പാരിപ്പള്ളിയിലായിട്ടാണ് വീട് വരുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും തപ്പിപ്പിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. പലരും പല വഴിക്ക് വന്നതാണെങ്കിലും എറണാകുളത്തു നിന്ന് ആലപ്പുഴയിൽ നിന്നും ഒക്കെ എത്തിയവരുണ്ട്. എന്നാലും എല്ലാവരും രാവിലെ ഒരു 10-11 മണിക്കൊക്കെ എല്ലാവരും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാജിന് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി കേട്ടോ. വുഡിലുണ്ടാക്കിയ ഇതൊരു കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്ലോക്കാണ്. ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത് ഓൺലൈൻ ഓർഡർ ചെയ്ത് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിച്ചെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സാജിൻ്റെ തന്നെ അത്രയും വലിപ്പത്തിലുള്ള ഒരു ക്ലോക്കായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. സാജിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒത്തുകൂടിയപ്പോൾ അടിച്ച് പൊളിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഞങ്ങളാകെ ഒരു 1 ഇയർ തികച്ചൊരുമിച്ച് പഠിച്ചിട്ടില്ല. 1 ഇയർ ഒരു കോഴ്സാണ് ഞങ്ങൾ പഠിച്ചതെങ്കിലും ഒരു 10-11 മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സാണ് കേട്ടോ. ഇതിന് മുമ്പേ ഞങ്ങൾ 1-2 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം വരുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് കിട്ടുന്ന ഇതുപോലത്തെ ചെറിയ അവസരങ്ങൾ ആരും പാഴാക്കാറില്ല. കുറച്ച് പേർക്ക് വരാൻ പറ്റാതായി. രാജപ്രിയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷേ രാജപ്രിയക്ക് എത്താൻ പറ്റിയില്ല. അതുപോലെ 1-2 പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് 1-2 പേര് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമിക്കണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും അടിച്ചു വിളിക്കാം. എനിക്കിതേ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ വന്ന് സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു വെറൈറ്റി തോന്നിയ ഒരു ഡ്രസ്സിങ് ടേബിളാണ്. കുട്ടികളുടെയൊക്കെ കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളൊന്നും പറഞ്ഞ് ചെയ്യിച്ചാൽ ഈ ഒരു വഴിക്കൊന്നും എത്തുകയില്ല കേട്ടോ. ഞാൻ മുകളിലത്തെ റൂമിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ വീണ്ടും എടുത്തിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗണേഷ് എത്തിയിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് ലേറ്റായാണ് വന്നത്. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൾ ഏതോ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നതാണ്. ഇതാണ് ഗണേഷ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ശരിയാണ്. പക്ഷേ എന്താണ് ഇത്ര ചിരിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ ആ ഒരു കുറേ ടൈം അവിടെ ഇരുന്ന് വൈകുന്നേരമായപ്പോൾ ചിരിച്ച് എല്ലാവരും ഒരു വഴിക്കായി കേട്ടോ. എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ ഫുള്ള് വൈറ്റാണ് ഫ്ലോർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് ടൈലാണ്. അപ്പോൾ അത് നല്ല ആ വീടിനൊരു പ്രത്യേകത നൽകുന്നുണ്ട്. കാരണം ഒരു എടുത്ത് നിൽക്കുന്നുണ്ട്. വീടിനകത്ത് ഫുള്ളിങ്ങനെ ഒരു വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിലർ വീട് വയ്ക്കുമ്പോൾ ബ്ലാക്കും അതുപോലെ ഡാർക്ക് കളറൊക്കെ കൊടുത്ത് വീടിനെ ആകെ വല്ലാണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ഫുള്ളായിട്ട് വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വീടിൻ്റെ ആ ഒരു വെളിച്ചം മാത്രമല്ല, എന്തോ ഒരു പ്രത്യേകത തോന്നും. നമുക്കൊരു അട്രാക്ഷൻ തോന്നി ഈ ഒരു വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ.
അങ്ങനെ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. കാരണം ഫുഡ് കഴിക്കാൻ ഞങ്ങൾ 1 മണിയായപ്പോഴേ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. 2 മണിയായി. ഇത് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈയും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. കാരണം കുറച്ചധികം സമയമായിട്ടുണ്ട്, എല്ലാവർക്കും നല്ല വിശപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വയറ് നിറയെ എല്ലാവരും കഴിച്ചു. അങ്ങനെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും കുറച്ച് നേരം വീണ്ടും സംസാരത്തിലോട്ട് കടന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എഡ്വിൻ നല്ലൊരു പാട്ടുകാരനാണ്. ആളെ ഞങ്ങൾ ഇതുപോലെ ഫംഗ്ഷനൊക്കെ കിട്ടുമ്പോൾ നല്ല പാട്ട് പഠിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എഡ്വിനെ കൊണ്ട് അതേ ഒരു പാട്ട് പാടിക്കുകയാണ്. അപ്പോൾ പാടണോ വേണ്ടയോ എന്നുള്ള ഒരു മനസ്സിൽ നിൽക്കുകയാണ് എഡ്വിൻ. പക്ഷെ ഞങ്ങൾ ആരും വിട്ടുകൊടുത്തില്ല, പാട്ട് പാടിയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതേ പാട്ട് പാടുക. നല്ലൊരു സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. ആളിൻ്റെ ആ ഒരു ഫേവറേറ്റ് സോങ് ആണെന്ന് തോന്നുന്നു. എപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒരു പാട്ട് ആൾ പാടുന്നത്. വീണ്ടും നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ചിരിയോട് ചിരിയല്ലേ. അപ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവരും മൊത്തത്തിലങ്ങ് ചിരിയാവും. അങ്ങനെ അതേ എഡ്വിൻ്റെ തൻ്റെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. കോപമോ വിരഹമോ ദാഹമോ മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ ശ്രീദേവിയേ എൻ ജീവനേ എങ്ങോ നീ അവിടെ ഞാൻ ആനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ എൻ്റെ കിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ. അപ്പോൾ അങ്ങനെ ഈ വീടിൻ്റെ ഓണറെ കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ സാജ് മുഹമ്മദ് കേട്ടോ. ആളിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിയോടടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ ഇറങ്ങി. ഇനി ഇരുന്നാൽ പറ്റില്ല, കാരണം എറണാകുളത്ത് നിന്നൊക്കെ വന്നവർക്ക് 5:30 ട്രെയിനാണ് കൊല്ലത്തുനിന്ന്. അപ്പോൾ അവർ പോകേണ്ട ആ ഒരു ടൈം നോക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. വീട്ടിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ഇപ്പോഴാണ് എടുക്കുന്നത്. വന്നിട്ട് പോകാൻ നേരമായപ്പോഴാണ് വീടിൻ്റെ പുറത്തുനിന്നുള്ള വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് വീടിൻ്റെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമമായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഷാമി കേട്ടോ. ഷാമിയുടെ മോളുടെ മാരേജ് വരുന്നുണ്ട് ഒരു 2 മാസത്തിനകം. അപ്പോൾ അതിനി കൂടാന്നുള്ള ആ ഒരു എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ എന്തായാലും 2 മാസത്തിനകം വീണ്ടും കൂടാമല്ലോ എന്ന് കരുതി ഇറങ്ങുകയാണ്. അപ്പോൾ സിന്ധുവും സന്ധ്യയൊക്കെ ദൂരത്തുനിന്ന് വന്നവരാണ്. ആലപ്പുഴയും അതുപോലെ എറണാകുളത്തു നിന്നൊക്കെ വന്നവരാണ്. പിന്നെ അതുപോലെ സന്തോഷുണ്ട്, പിന്നെ ദിനേശ് പിന്നെ അഭിലാഷ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ ഫ്രണ്ട്സുണ്ട്. ഇത്രയും നല്ല കുട്ടികൾ, ഞങ്ങളൊരു 10-25ഓളം കുട്ടികൾ പഠിച്ചതാണ്. പക്ഷേ ഇത് 10-12 പേർക്കേ വരാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ കൂടുതൽ പേരും ഒരു 4-5 പേര് പുറത്താണ് കേട്ടോ. കിഷോറൊക്കെ പുറത്താണ്, സന്തോഷമൊക്കെ പുറത്താണ്. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു. കാരണം ഞങ്ങൾ ഗ്രൂപ്പിൽ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് വിഷമമായി. കാരണം അവർക്കൊന്നും എപ്പോഴും എത്താൻ പറ്റില്ലല്ലോ. ഇതാണ് സിമി കേട്ടോ. ആൾ ടീച്ചറാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ സിമി ഒരുമിച്ചാണ് വന്നത്. തിരിച്ചു പോയപ്പോൾ രണ്ടുപേരും 2 വണ്ടിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് പോവുകയാണ്. എന്തായാലും ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും ബൈ ബൈ പറഞ്ഞ്